ഹായ് ഹലോ വെൽക്കം ടു ബി ടോക്സ്. ബി ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് പോവുകയാണ്. എന്നാൽ അതൊരു നല്ല ചൂടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ കഴിഞ്ഞ തവണ കണ്ടതിൽ വെച്ചിട്ട് ഈ ബിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ, ബിഗ് ബോസ് സീസൺ 7 നോക്കുമ്പോൾ ഒരു മത്സര ചൂടിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളൊരു മത്സരത്തിലാണ് നിൽക്കുന്നതെന്നൊരു തോന്നൽ ആർക്കും ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഗെയിംസ് വരുമ്പോൾ അവർ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലരും പല രീതിയിലും മാനിപ്പുലേറ്റഡ് ആയിട്ട് പല സീസൺസും കണ്ട് പരിചയപ്പെട്ട ആ രീതിയിലാണ് പോകുന്നത്. അത് അന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇന്നിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരും കൃത്യമായിട്ടുള്ളൊരു കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നില്ല. അത് ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ് ചെയ്തു. കണ്ടന്റുകൾ കിട്ടാത്തതിൻ്റെ ഭാഗമായി, കണ്ടന്റുകളുടെ കുറവിൻ്റെ ഭാഗമായിട്ട് ബി തൽക്കാലം നിർത്തുന്നു എന്നുള്ളൊരു പ്രൊമോ കൊണ്ടു. ആ എപ്പിസോഡ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പഴയ പോലെ സ്മൂത്തായിട്ട് പോയി. അപ്പം ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കണ്ടന്റുകൾ കൃത്യമായി കൊടുക്കാത്തതിൻ്റെ പ്രതീക്ഷ എത്ര കണ്ടന്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പം നമുക്ക് എപ്പോഴും തോന്നും ഓരോ സീസൺ വരുമ്പോഴും പഴയ സീസൺ ആയിരുന്നു നല്ലത് എന്ന് തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെ തോന്നൽ ഉണ്ടാക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം കണ്ടസ്റ്റൻസിനാണ്. പക്ഷെ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ ആഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് മിഡ് വീക്ക് എവിഷനും അതേപോലെ തന്നെ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലേക്കുള്ള എവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മിഡ് വീക്ക് എവിഷൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവർ തന്നെ മത്സരത്തിൽ ജയിച്ച് അതിലേക്ക് ആ ഒരു മിഡ് വീക്ക് എവിഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ മിഡ് വീക്ക് എവിഷനുള്ള ആൾക്കാർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് 2 പേരെ കൂട്ടാം. എന്നിട്ട് അവരെ കൊണ്ട് ഗെയിം കളിപ്പിച്ചിട്ട് ഇവർക്ക് രക്ഷ നേടാം എന്നുള്ളതാണ്. മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു റൂം ഉണ്ടാവും. ആ റൂമിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് പറയുകയാണെങ്കിൽ ആ റൂമിൽ മറ്റ് കോണ്ടാക്ട്സുകളൊന്നുമില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല, ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫുഡും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടില്ല. ഇതൊരു ഡാർക്ക് റൂമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും അതൊരു ഡാർക്ക് റൂമാണ്. നമ്മൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴിൽ കാണുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ്ലി നമുക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് അരോചകമായിട്ടുള്ള ഒരു പാട്ട് ഫുൾ ടൈം ഇടും. അങ്ങനെ അവിടെ നിന്ന് വെറുത്ത് ഇറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ മലയാളത്തിൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ തവണ ഒരു ഏജൻ്റ് പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്കുള്ള മത്സരം കടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനീഷിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പാനി ശരത്തിനെയും അതേപോലെ തന്നെ അനുമോളമാണ്. ഷാരിയയ്ക്ക് വേണ്ടിയിട്ട് നിലവിലിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദില നൂറ ടീമും ബിന്നീനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് മാത്രമായിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം ഇവിടെയാണ് ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. ഈ ബിന്നിയുടെയും ആദില നൂറയുടെയും ശാരികയുടെയും ഒരു കോമ്പോയിൽ ഉണ്ടാകുന്ന ഒരു ക്ലാഷും അനീഷും അപ്പാനി ശരത്തും അനുമോളും ഇതിലുള്ള ഒരു ക്ലാഷും വരുന്നുണ്ട്. അപ്പം എന്തിരുന്നാലും അനീഷിന് വേണ്ടിയിട്ട് കളിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സ്വന്തം പ്ലേ അല്ല, വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. എങ്കിൽ പോലും ഈ പറയുന്ന ആൾക്കാർ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതിൽ എടുത്തു പറയേണ്ടത് അപ്പാനി ശരത്തും അനുമോളും. ഏറ്റവും ശത്രുവായിട്ടുള്ളൊരു വ്യക്തിയാണ് അനീഷ്. അനുമോൾക്കും ശരത്തിനും ഏറ്റവും ശത്രുവായിട്ടുള്ള, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഇവർ യോജിച്ച് പോകുന്നില്ല. ഇടയ്ക്ക് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഞാൻ പുറമെ വന്ന് നിന്നെ ഇടിക്കും, നിന്നെ ഇടിച്ചിട്ട് ഇവിടുന്ന് പുറത്തു പോകാൻ എനിക്ക് താല്പര്യമില്ല, അത്ര മോശം മത്സരാർത്ഥിയായിട്ട് എനിക്ക് ഇറങ്ങി പോകാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അനുമോളും എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് അനുമോളും അനീഷും തമ്മിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മത്സരം കിടക്കുന്ന ദിവസം, ആദ്യത്തെ ദിവസം അനീഷിന് വേണ്ടിയിട്ട് അനുമോളും അപ്പാനി ശരത്തും കളിച്ചു. ആ സമയത്ത് ഒരു കീ എടുത്തിട്ട് ഒരു കീ കണ്ടുപിടിക്കുക. ആ കീ കുറേ കീസ് ഉണ്ടാവും. ആ കീയിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരു പെട്ടി ഓപ്പൺ ചെയ്യുക. ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അവിടെ ഒരു മഡ് കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്ന് കുറേ കോയിൻസ് ഉണ്ടാവും. അത് കളക്ട് ചെയ്യുക. ആ കോയിൻസ് എത്ര എണ്ണം കളക്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് ഓരോ പോയിന്റുകളും കയറുന്നത്. പക്ഷേ അപ്പാനി ശരത്തിൻ്റെയും അനുവിൻ്റെതും ഏറ്റവും ലാസ്റ്റാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്, ഈ ബോക്സ് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷെ അതിൽ അവർ ഫേക്ക്
കളി കളിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മളിപ്പോൾ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ലൈവിൽ എപ്പിസോഡിനെങ്കിലും കുറച്ചൊരു ഡീറ്റെയിലിംഗ് ഉണ്ടാവും. ആ ഡീറ്റെയിൽ നമ്മൾ കാണുന്ന സമയത്ത് ഒരിക്കലും അവർ ഫേക്ക് കളി കളിച്ചിട്ടില്ല. കീ കിട്ടാൻ കുറച്ച് ലേറ്റായി. പിന്നെ മഡിലിറങ്ങി ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അവർ കളിച്ചത്. അപ്പം അപ്പാനി ചേർത്ത് അനുമോനോട് പറയുന്നുണ്ട്, അവനെ നമ്മൾ രക്ഷിക്കണം എന്നതിനേക്കാളും ഉപരി നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്, ഒരു അവസരമാണിത്, നമ്മളത് തീർച്ചയായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അവർ കളിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് 2-3 കോയിൻസേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ പ്ലേ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട്, എനിക്ക് 100% നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ കളിച്ചു, എനിക്കിൽ അതിലൊരു മാറ്റവും ഇല്ല. പുള്ളി അവിടെയുള്ള ആളുകളോടും പറയുന്നുണ്ട്, അപ്പാനി ശരത്തും മനുമോളും എനിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കളിച്ചു, അതിലെനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഹാപ്പിയാണ് അവരിൽ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ശാരിക, ബിന്നി, ആദില, നൂറ ടീമിലേക്ക് വരുമ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പം ബിന്നി ഈ മഡിൻ്റെ ഗെയിമിൽ അതുവരയ്ക്കും ഞാൻ പോയി ഗെയിം കളിക്കാം എന്ന് പറഞ്ഞ ബിന്നി അവിടെ ചെന്നിട്ട് മഡാണെന്ന് കണ്ടപ്പോൾ, എനിക്ക് ചെളിയാണെന്ന് കണ്ട സമയത്ത് ബിന്നി പറഞ്ഞു, എൻ്റെ ഡ്രസ്സിൽ ചെളിയാവും, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ ഓൾറെഡി ബിന്നിയെ ചെയ്തിരുന്ന പ്ലാൻ ഫുള്ളി പൊളിഞ്ഞു. അതായത് ആ ഫ്ലോർ ചെല്ലുമ്പോഴാണ് ആ ഗെയിം മൊത്തം പൊളിയുന്നത്. അപ്പം അതിൻ്റെ ഒരു പോരായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ശാരികയും ബിന്നിയും നല്ല സുഹൃത്തുക്കളാണ് നിലവിൽ BB ഹൗസിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ബിന്നി ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, അവസാന നിമിഷം കാലം മാറുമെന്നൊന്നും ശാരിക പ്രതീക്ഷയില്ല. പക്ഷെ എന്നിരുന്നാലും സുഹൃബന്ധത്തിൻ്റെ പേരിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേയിൽ, അതായത് ഇന്നലത്തെ എപ്പിസോഡിലാണ് രണ്ടാമത്തെ ഗെയിം വരുന്നത്. ഈ രണ്ടാമത്തെ ഗെയിമിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും. ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചധികം സാധനങ്ങൾ, ഇപ്പം ആവശ്യമുള്ളതും ഫ്രിഡ്ജിൽ വെക്കുന്നതും വെക്കാത്തതുമായിട്ടുള്ള ഇപ്പോൾ പാവ, തലേണ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബിഗ് ബോസിൽ ഈ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ഒരു ഫ്രിഡ്ജിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ, മാക്സിമം സാധനങ്ങൾ അതിലേക്ക് നിറയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ കരുതി എല്ലാ സാധനവും വെക്കാമെന്നുള്ളത്. പക്ഷേ ഇവർ കുറച്ചും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് വെക്കാത്തത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ കൃത്യമായിട്ട് കളിച്ചിട്ടുള്ളത് ഒനിയൻ്റെ ടീമിലുള്ള അക്ബറും ഷാനവാസുമാണ്. അക്ബറും ഷാനവാസും കൃത്യമായിട്ട് ഒരു ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാം, ഫ്രിഡ്ജിൽ നമ്മൾ നോർമൽ വീട്ടിൽ എന്തൊക്കെയാണോ വെക്കാൻ സാധിക്കുക അങ്ങനെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു. ബാക്കിയുള്ളവരൊക്കെ കൊണ്ട് ഈ തലേണയും പാവയും അതും ഇതും എല്ലാം കൊണ്ട് വെച്ചു. അതിന് അനൗൺസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ പാവയും തലേണയൊക്കെ നിങ്ങൾ കൊണ്ടുവെക്കുമെന്ന് ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മണ്ടത്തരം മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ ഈ തവണ കണ്ടതിൽ ഈ കണ്ടസ്റ്റൻസുകൾ പൂർണ്ണമായിട്ടും ഈ ടാസ്ക് ലെറ്റർ വായിക്കുമോ, അതിനൊരു എക്സ്പ്ലനേഷൻ കണ്ടെത്തുമോ, ഇതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസ് എന്തൊക്കെ സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊന്നും നോക്കാറേ ഇല്ല. അവർ ടാസ്ക് വായിക്കുന്നു, പോകുന്നു, മീൻസ് കളിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇരുത്തി വായിച്ചിരുന്നെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇപ്പം അറിഞ്ഞുകൊണ്ടാണ് അറിയാതെയാണ് ഒന്നൊന്നും അറിയില്ല. അക്ബറും ഷാനവാസും അത് കൃത്യമായിട്ട് വെച്ചു. ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഒനിയനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് ബിഗ് ബോസ് വിന്നേഴ്സിനെയൊക്കെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിലവിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരിൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ശാരികയും അനീഷും അതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുന്നത്. ശാരിക പറയുന്നുണ്ട്, ബിന്നിയുടെ പെർഫോമൻസിൽ ഞാൻ ഓക്കെ അല്ല, ബിന്നി മനഃപൂർവ്വം കളിക്കാതിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവസരത്തിനനുസരിച്ച് മാറി എന്ന് പറയുന്നു. പക്ഷെ ബിന്നി പറയുന്നു, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന്. പക്ഷെ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ലല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ ഇതൊരു ടീം വർക്കായിട്ട് ഒരു വിന്നർ എന്ന രീതിയിലേക്ക് എത്തുള്ളൂ. അതേപോലെ തന്നെ ഇതുവരെയും പ്രതീക്ഷിച്ചത്, ഇവിടെയാണ് അനീഷിൻ്റെ ശരിക്കുമുള്ള ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരുന്നത്. ഞാൻ ശരത്തിൻ്റെയും അനുവിൻ്റെയും പെർഫോമൻസിൽ 100% ഓക്കെ ആണെന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് ചോദിച്ച സമയത്ത് ഞാനിവിടെ പെർഫോമൻസിൽ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അനുമോളും ശരത്തും ഞെട്ടുന്നത്, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ കളിച്ചത്
ഒക്കെയാണ്, 100% റെസ്റ്റ് ചെയ്യുന്നു, 100% അവർ എനിക്ക് വേണ്ടി കളിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അനീഷ് ബിഗ് ബോസ് ചോദിച്ചു പറഞ്ഞ് പ്ലേറ്റ് മാറി. അപ്പോൾ അവിടുന്ന് അനീഷ് പല പേരുകളും വീഴുന്നുണ്ട്. ശരിക്കും നിനക്ക് മുള്ളമ്പന്തി എന്നല്ലായിരുന്നു ഇടേണ്ടത്, മുള്ളുള്ള ഓന്തെന്നായിരുന്നു ഇടേണ്ടത്, എപ്പോഴും നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഓന്ത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ശരിക്കും ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. അപ്പാന് ശരത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം നീ തോറ്റതിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ 100% ഇട്ടാണ് കളിച്ചത്, പക്ഷെ നീ ഇങ്ങനത്തെ വൃത്തിയായിട്ടൊരു സ്വഭാവം കാണിക്കുമെന്ന് അറിയില്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നായിരുന്നു വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോകുന്നുണ്ട്. ഇവർ പോകുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ലോട്ടിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ലോട്ടിട്ട് തിരഞ്ഞെടുക്കുക, ആരുടെ കൂടെ കളിക്കണം എന്നത് ലോട്ടിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നിലവിൽ ഇപ്പം ഡാർക്ക് റൂമിലേക്ക് പോകാൻ നിൽക്കുന്നതിൽ ഏറ്റവും കുറവ് മാർക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഈ അനീഷിനും ശാരിയൊക്കെയാണ്. മേ ബി ഒരു പക്ഷേ ഡാർക്ക് റൂമിലേക്ക് പോകേണ്ട രണ്ട് പേര് ഉണ്ടെങ്കിൽ 2 പേര് അനീഷും ശാരികയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് അനീഷിനാണ്. അനീഷായിരിക്കും മിക്കവാറും ഡാർക്ക് റൂമിലേക്ക് പോകുന്നത്. ബിഗ് ബോസിൻ്റെ കാര്യമാണ്, എവിടെയാണെങ്കിലും എന്താണെങ്കിലും ട്വിസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവർക്കും ടീം ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ ഒപ്പം തന്നെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ആരായിരിക്കും ഇതിലേക്ക് പോവുക, ഡാർക്ക് റൂമിലേക്ക് പോവുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് സനയാണുള്ളത്, അത് കഴിഞ്ഞിട്ട് ഒനിയൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ ശാരികയും ഒക്കെ വരുന്നത്. അപ്പം നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചൺ എപ്പോഴും നമ്മൾ ഒരു കിച്ചണിലേക്ക് പോയാൽ പുറത്തേക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തോട്ടാണ് എപ്പോഴും മത്സരാർത്ഥികൾക്കുള്ളത്. നിലവിൽ കഴിഞ്ഞ ആഴ്ച മുൻഷി രഞ്ജിത്ത് ഔട്ടാവുന്ന സമയത്തും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ കിച്ചണിലായതുകൊണ്ട് എനിക്ക് കുറച്ച് കണ്ടന്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് മുൻഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആഴ്ച അതെല്ലാം തിരുത്തി കുറിച്ചു. കാരണം നമ്മുടെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാന്നറിയാലോ, അനീഷാണ്. അനീഷ് എവിടെ നിന്നാലും കണ്ടന്റ് കൊടുക്കും. അനീഷ് ഇപ്പം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഫുഡ് വൈകുമ്പോൾ, അതായത് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് വൈകിട്ടും രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്കും എന്നുള്ള രീതിയിലാണ് അവർ ഫുഡിൻ്റെ ഒരു പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ബിന്നി ഇങ്ങനെ പറഞ്ഞു, ഇപ്പം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കൃത്യസമയത്ത് ഫുഡ് തരാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പോൾ അനീഷ് എടുത്ത് വായിക്ക് പറഞ്ഞു, എന്നാൽ പോയി വായു ഭക്ഷിക്ക് എന്നുള്ളത്. അപ്പം അനീഷ് എവിടെ നിന്നാലും കണ്ടന്റ് ആണ്. കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം നമ്മളിൽ ആരൊക്കെ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഒനിയനും ജിസേലും തമ്മിൽ ഒരു കോംബോ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ലവ് ട്രാക്കിലേക്കാണോ എന്ന് ചോദിച്ചാൽ ഗ്രാജുവലി അത് ലവ് ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാധ്യത ഇല്ലേ എന്ന് ചോദിച്ചാൽ സാധ്യത കാണുന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ഒനിയൻ പറയുന്നുണ്ട്, ഒനിയനുമായും ജിസേലുമായിട്ടുള്ള സംഭാഷണത്തിൽ ജിസേലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒനിയനാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ സരികയും അനുമോളും ജിസേലും ഒനിയനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഒനിയൻ കല്യാണം കഴിച്ചിട്ടില്ല, സ്റ്റിൽ സിംഗിളാണ്, വേണമെങ്കിൽ ജിസേലിനെ നോക്കാം എന്നൊക്കെ ഉള്ളത്. ആ സമയത്ത് ജിസേലിൻ്റെ മുഖത്തുള്ളൊരു നാണവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു പക്ഷേ ഈ തവണത്തെ BB7 ഒരു ലവ് ട്രാക്ക് വരാൻ സാധ്യതയുള്ള 2 മത്സരാർത്ഥികളാണ് ഒനിയനും ജിസേലും തമ്മിൽ. നമുക്ക് പോകെ അത് എത്രത്തോളം വർക്കൗട്ടാകും. ഇതിപ്പം പല പേളി ശ്രീനിഷ് പ്രണയം, അതേപോലെ തന്നെ ഡോക്ടർ റോബിൻ ദിൽഷ പ്രണയം, അങ്ങനെ ഗബ്രി ജാസ്മിൻ, അങ്ങനെയുള്ള പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഇത്തരം കോംബോകളുണ്ടല്ലോ, ശ്രീതു അർജുൻ, ഇങ്ങനെയൊക്കെ കോംബോകളെ നമ്മൾ പുറത്ത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. ഇതിൽ പ്രണയം സക്സസ് ആയി വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് പേളി ശ്രീനിഷും ഒക്കെ. അപ്പം ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമോ, അവരുടെ ഒരു ഗെയിം പ്ലാൻ ആണെങ്കിൽ ഈ ലവ് ട്രാക്കിനെ പുറത്ത് എത്രത്തോളം ആഘോഷിക്കുമെന്ന് വരുന്ന വീക്കുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇന്നലത്തെ ബാക്കി. ഇന്ന് നമുക്കറിയാം ഡാർക്ക് റൂമിലേക്ക് ആര് പോകും എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ദിവസം ഈ ലൈഫ് സ്റ്റോറീസ് പറഞ്ഞത് ഒനിയൻ്റെത് കുറച്ച് ടച്ചിങ് ആയിട്ട് തോന്നി, ഭയങ്കര സങ്കടമായിട്ട് തോന്നി. ഒനിയൻ എപ്പോഴും ഒനിയൻ്റെ അമ്മയാണ് റോൾ മോഡൽ അല്ലോ ഹീറോ എന്നൊക്കെ പറയുന്നു. ഇല്ല, എന്നെ ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ കഥ കേട്ട് ഞെട്ടിയതല്ല, ആ പറച്ചിലെ രീതിയും കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയത് രേണുസുധിയുടെയാണ്. രേണുസുധി
പുറത്ത് പറഞ്ഞ കഥകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ്. നമ്മൾ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥയാണ് അവിടെ ചെന്ന് പറഞ്ഞത്. ഇപ്പം രേണുസുതി ഇപ്പം ഏവിയേഷൻ പഠിച്ച വ്യക്തിയാണ്, വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂരിലും ട്രിവാൻഡ്രത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തി അവിടെ ചെന്നപ്പോൾ ഞാൻ പല കോഴ്സുകളും പഠിച്ചു. നേഴ്സിങ്ങിന് പോയി, ഡിഗ്രിക്ക് പോയി, ഏവിയേഷന് പോയി. ഏവിയേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് ആണ് സുധിച്ചേട്ടനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം ശരിക്കും രേണുസുതിയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ കാര്യം മനസ്സിലായി. ഓരോ സമയം ഓരോ കാര്യങ്ങളാണ് രേണുസുതി പറഞ്ഞത്. ഇതുവരെ ഏവിയേഷൻ പഠിച്ച് വർക്ക് ചെയ്ത വ്യക്തി ഇപ്പം അത് പകുതിയേ പഠിച്ചിട്ടുള്ളൂ. പിന്നീട് രേണുചേട്ടനെ കല്യാണം കഴിച്ചു, അതായി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ പലപ്പോഴും സുധിച്ചേട്ടൻ്റെ പേരിൽ ഫേമസ് ആയി കയറി വന്ന അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തി അവിടെ ചെന്നപ്പം ആളുടെ ഹീറോ അച്ഛനായിട്ട് മാറിയിട്ടുണ്ട്. അച്ഛനാണ് എനിക്കെല്ലാം എന്ന്. പക്ഷെ ശരിയാണ്, അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പറഞ്ഞ കഥകൾ ഇതൊന്നുമല്ല. സുധി എന്നുള്ളൊരു പേര് ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ യു കോൾ മീ രേണു സുധി എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തി സ്റ്റോറിയിലേക്ക് വന്നപ്പം സുധിച്ചേട്ടൻ്റെ ഒരു ചെറിയ പോർഷനും ബാക്കിയുള്ളതൊക്കെ എൻ്റെ അച്ഛനാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മകനെ വിളിച്ചിട്ട് കിച്ചുവിനെ കുറച്ചുകൂടെ, എൻ്റെ കിച്ചു എൻ്റെ മൂത്ത മകനാണ്, അവന് 20 വയസ്സുണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും അവനെ ബാധിക്കും, അവരെ ഒക്കെ ബാധിക്കും എന്നൊക്കെ പുറത്ത് നമ്മൾ കാണാത്ത കിച്ചുവിനോടുള്ള ഓവർ സ്നേഹം നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടു. മാത്രമല്ല ഋതപ്പൻ, അതായത് രേണുവിൻ്റെ രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ രേണു സുധിച്ചേട്ടനുള്ള കുട്ടി എന്ന് പറയാം, ഋതപ്പൻ ഇടയ്ക്ക് ഇങ്ങനെ മോനെ ഋതപ്പ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, നീ TV കാണണം, അമ്മേനെ മറന്നു പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ രേണുസുതിയുടെ കണ്ടന്റ്. രേണുസുതിക്ക് കിട്ടിയിരിക്കുന്ന ഒറ്റ കണ്ടന്റ് അക്ബറുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അക്ബർ അന്ന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് അതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം പീരീഡ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വിളിച്ച് ചോദിച്ച സമയത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പ്രേക്ഷകർ കാണുമ്പോൾ BBയിൽ വേണമെങ്കിൽ രേണുസുതിക്ക് ഈ അക്ബറിനോട് ക്ഷമിക്കാം എന്നുള്ള കാര്യമുള്ളൂ. ഇതിലും വലിയ പേരുകൾ വിളിച്ച ആൾക്കാരുണ്ട്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല പേരുകളും പലർക്കും വീഴും, അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട്. പക്ഷെ രേണുസുതിക്ക് ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് രേണുസുതി അവിടെ കാഴ്ച വെക്കാത്തതുകൊണ്ട് തന്നെ ആകെപ്പാടെ കിട്ടിയിരിക്കുന്നത് ഒരു അക്ബറുമായിട്ടുള്ള ഒരു ഇരട്ടപ്പേരിൻ്റെ വിഷയമാണ്. അത് വെച്ച് രേണുസുതി പോകുന്നുണ്ട്. അത് പോകെ രേണുസുതിക്ക് തന്നെ നെഗറ്റീവായി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക. പല തവണ അയാൾ അപ്രോച്ച് ചെയ്തിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്, പാട്ടുപാടി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ചപ്പാത്തി ഹാർട്ടിൻ്റെ ഷേപ്പിൽ കൊടുത്ത് അതിലും ശ്രമിക്കുന്നുണ്ട്. രേണുസുതിക്ക് ആകെപ്പാടെ കിട്ടിയ കണ്ടന്റ് അക്ബറാണ്. രേണുസുതിയുടെ എപ്പിസോഡിലൊന്നും രേണുസുതിയുടെ ഫീസ് നമ്മൾ കാണുന്നില്ല. BB+ ചിലപ്പോൾ കണ്ടാലായി എന്നുള്ളൊരവസ്ഥയിലാണ്. അതും ഈ കണ്ടന്റ് വെച്ച് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് കണ്ടന്റിലേക്ക് പോകും. അത് കുറച്ചും കൂടെ ഇത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ഇതിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ളത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇന്ന് നമുക്ക് ഡാർക്ക് റൂമിൻ്റെ ഫൈനൽ, ആരാണ് ഡാർക്ക് റൂമിലേക്ക് പോകുന്നത് എന്ന് കാണാം. പ്രേക്ഷകരുടെ അഭിപ്രായമല്ല, അതിലുള്ള മത്സരാർത്ഥികളുടെ അഭിപ്രായം വെച്ചിട്ട് അനീഷ് ആയിരിക്കും തീർച്ചയായിട്ടും ഡാർക്ക് റൂമിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നത്. അവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പക്ഷെ അനീഷ് ഡാർക്ക് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു ഒച്ചപ്പാടും ബഹളവും ഏറ്റവും കൂടുതൽ കണ്ടന്റ് ശരിക്കും അനീഷ് തന്നെയാണ് കൊടുക്കുന്നത്. അനീഷിൻ്റെ ചൊറു സ്വഭാവം തന്നെയാണ് ഈ ഒരു ഡാർക്ക് റൂമിലേക്ക് എത്തിച്ചതും, അല്ലെങ്കിൽ ഇപ്പം കണ്ടന്റ് അവിടെ കൊടുക്കുന്നതും അനീഷാണ്. അനീഷ് എവിടെ പൊട്ടിത്തെറിക്കുന്നു, അനീഷ് എന്ത് പറയുന്നു, അതനുസരിച്ചാണ് ബാക്കിയുള്ളവർ അതിനൊരു സാധ്യതയാക്കി അതിൽ മേൽ പിടിച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ ആര് ഡാർക്ക് റൂമിലേക്ക് പോകുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ വലിയ ക്വസ്റ്റ്യൻ. ഒപ്പം തന്നെ ജിസേൽ ഒനിയൻ പ്രണയം അവിടെ ഉണ്ടാകുമോ, ആ പ്രണയം പൂക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.